കുപ്പിയൊന്നും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതേ ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി രാവിലെ കുഞ്ഞുമായിട്ട് എങ്ങോട്ടാണ് പോകണേന്നറിയാവോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തിരുവോണമൊക്കെ അല്ലേ നാളെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഹസ്ബൻഡ് വീട്ടിലോട്ട് പോവാമെന്ന്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പിരുകമൊക്കെ ത്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ നാളായി ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പിരുകമൊക്കെ ത്രെഡ് ചെയ്തിട്ട് ദേ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു, അമ്മമ്മ മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. ചെന്നപാടെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയോണ്ട് പഴഞ്ചോറുണ്ടായിരുന്നു ഗൈസ്. സ്വർഗ്ഗം, എന്ത് ടേസ്റ്റായിരുന്നെന്നറിയാവോ? നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. അങ്ങനെ തിന്ന് വയറൊക്കെ നിറഞ്ഞിട്ട് നേരെ റൂമിലോട്ട് ചെന്നപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ആ ഫസ്റ്റ് കണ്ടത്. അവിടെ ഒരു കുപ്പി ഇരിക്കുന്നു. എന്ത് പറയാൻ, ഈ റൂമിൻ്റെ തന്നെ അവസ്ഥ നിങ്ങൾ കണ്ടോ ഗൈസ്? ഇത് ഞാൻ ഒന്നൊന്നര പണി ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തം പൊടിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. ആദ്യം തന്നെ ഞാൻ മൊത്തത്തിൽ ഒന്ന് വീക്ഷിച്ചതിന് ശേഷം സൈഡിൽ കൂടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് അടുക്കി ഒതുക്കുന്നുണ്ട്. തുണികളെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നതെല്ലാം എടുത്ത് കഴുകാനൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെക്കുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ പണികളായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒതുക്കി വന്നപ്പോഴത്തേക്കാണ് ദേ ഈ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതും നൈസായിട്ട് ഞാനങ്ങ് മാറ്റി. അപ്പോഴത്തേക്കാണ് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ്. അതിനുശേഷം ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുതിയ ഷീറ്റൊക്കെ ഒന്ന് ഇടുന്നുണ്ടായിരുന്നു. മൊത്തം പൊടിയായിട്ടൊക്കെ കിടക്കുമല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പുതിയ ഷീറ്റൊക്കെ ഇട്ട് സെറ്റപ്പാക്കി എടുക്കാമെന്ന്. കുഞ്ഞിനെയൊക്കെ കിടത്തേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് എല്ലാം തട്ടി തൂത്ത് നല്ലപോലെ തൂത്ത് എടുക്കുന്നുണ്ട്. ഭയങ്കര വലിയ പണിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ചെറിയ രീതിയിലുള്ള കുഞ്ഞു പണികളെ ഉള്ളായിരുന്നു. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു പണികളായിട്ട്. അങ്ങനെ എല്ലായിടവും നല്ലപോലെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ദേ ഇതാണ് നമ്മുടെ ഒരു ലാസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അതിന് ശേഷം ഞാൻ നേരെ അതേണ്ടേ ഇതെൻ്റെ ഒരു കുറേ കോപ്രായങ്ങളാണ് ഗൈസ്. അതിന് ശേഷം ഞാൻ താഴോട്ട് പോയിട്ട് നേരെ കുറച്ച് ചോറൊക്കെ ഇട്ടത് വിഭവസമൃദ്ധമായി ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. മീൻകറി, തോരൻ, അവിയൽ, മോര്, ചീനി എല്ലാം കൂടെ ആയിട്ട് നല്ല രീതിയിൽ സുഭിക്ഷമായിട്ട് ചോറ് കഴിച്ചിട്ട് ഞാൻ നേരെ മുകളിലോട്ട് വന്നു. മഴ അപ്പോഴും നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. ഇവിടുന്ന് നല്ല രസമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ പോയി കുളിച്ച് ഒരുങ്ങി കെട്ടി നിൽക്കുന്ന രംഗങ്ങളാണ് ഈ രംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മാത്രം നിൽക്കുമ്പോൾ ആണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി കെട്ടി നിൽക്കാറുള്ളത്. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.